അഭിമിസാണ്. മക്കളെ നമ്മുടെ എക്സാം എത്തിയിരിക്കുകയല്ലേ, നമുക്ക് ആനുവൽ എക്സാം അടുത്തെത്തിയല്ലേ. അപ്പോൾ ഇനി നമുക്ക് സമയമില്ലേ. നമ്മൾ ഇത്രയും നാളൊക്കെ നമ്മൾ കളിച്ച് നടന്നു, നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ കളിച്ചു, അങ്ങനെ നമ്മൾ നടന്നു. പക്ഷേ ഇനി തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റണം. എന്നാലാണ് നമുക്ക് എക്സാമിന് അടിപൊളി മാർക്ക് വാങ്ങിക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടാവും അല്ലേ. അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരാ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ വർക്ക് ചെയ്യണ്ടേ. കുറച്ചൊക്കെ വർക്ക് ചെയ്താലാണ് നമുക്ക് എക്സാമിന് അടിപൊളി മാർക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ട ഒരു ക്വസ്റ്റ്യനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യനാണ് മിസ്സിൻ്റെ കുട്ടികൾക്ക് എക്സാമിന് ചോദിക്കുക. മുൻ വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ദ പോം. ഒരു പോം തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുട്ടി കവിതയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 4 വരികൾ, ആ കവിതയുടെ 4 വരികൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരികൾ വായിച്ചിട്ട് ഇതേപോലെ തന്നെ ബാക്കി 4 വരികൾ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി 4 വരികൾ എഴുതാനാണ് നമ്മളോട് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മിസ്സിൻ്റെ കുട്ടികളോട് എക്സാമിന് എന്തായാലും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാലോ. നോക്കിക്കേടാ, ഐ ഹാവ് എ പെറ്റ്. എന്താ ഇവിടെ പറഞ്ഞത്? എനിക്കൊരു പെറ്റ് ഉണ്ട്. എന്താണ് ഐ ഹാവ് എ പെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീട്ടിൽ പട്ടിക്കുട്ടിയും പൂച്ചക്കുട്ടിയൊക്കെ വളർത്തില്ലേ, അതിന് നമ്മൾ പെറ്റ് എന്നല്ലേ പറയുക. നമ്മൾ അരുമയായിട്ട് നമ്മൾ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളെ നമ്മൾ പെറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ എനിക്കൊരു പെറ്റ് ഉണ്ട്, അതെന്താണ്? ഇറ്റ് ഈസ് എ ക്യാറ്റ്. അതൊരു പൂച്ചയാണ് അല്ലേ. എനിക്കൊരു പെറ്റ് ഉണ്ട്, അതൊരു പൂച്ചക്കുട്ടിയാണ്. ഇറ്റ് ഈസ് സോ നൈസ്. എന്താണ്? അത് നല്ലൊരു പെറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇറ്റ് ഈസ് സോ നൈസ്, അത് നല്ലൊരു പെറ്റാണ്. ഇറ്റ് ഓൾവേസ് സീസ് മ്യാവ് മ്യാവ്. അത് എപ്പോഴും എന്ത് പറയും? മ്യാവ് അല്ലേ. നമ്മൾ ക്യാറ്റ് മ്യാവ് മ്യാവ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ക്യാറ്റ്. അതൊരു പൂച്ചക്കുട്ടിയാണ്. ഇറ്റ് ഈസ് സോ നൈസ്, ഇറ്റ് ഓൾവേസ് സീസ് മ്യാവ് മ്യാവ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് 4 വരികളാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി നമ്മളോട് എക്സാമിന് പറയും ഇതേപോലെ തന്നെ ബാക്കി 4 വരികൾ എഴുതാൻ അല്ലെങ്കിൽ ബാക്കി പോം കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളോട് എക്സാമിന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതുക? നോക്കിക്കേടാ, കംപ്ലീറ്റ് ദ പോം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ ഇതേപോലെ തന്നെ നെക്സ്റ്റ് പോം കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വരി തന്നിട്ടുണ്ട്. എന്താണ്? ഐ ഹാവ് എ പെറ്റ്. മറ്റേതിലുള്ളത് പോലെ തന്നെ നമുക്ക് ആദ്യം ഇതുപോലെ തന്നെ ഇവിടെയും എഴുതാം ഐ ഹാവ് എ പെറ്റ്. പക്ഷേ ഇറ്റ് ഈസ് എ ഡാഷ്, ഇറ്റ് ഈസ് എ ക്യാറ്റ് എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. പക്ഷെ ഇവിടെ വേറൊരാളുടെ പിക്ചറാണല്ലോ ഉള്ളത്. ഇത് ഏതാണ്? ഇത് നമ്മുടെ ബൗ അല്ലേ, നമ്മുടെ ഡോഗാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? യെസ്, ഇറ്റ് ഈസ് എ ഡോഗ്. ഇറ്റ് ഈസ് എ ഡോഗ്. അതെന്താണ്? അതൊരു ഡോഗാണ്. മാത്രമല്ല ഇറ്റ് ഈസ് സോ നൈസ്. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഈസ് സോ നൈസ്. കണ്ടോ, മറ്റേ പോത്തിലുള്ളത് പോലെ തന്നെ നമുക്ക് എഴുതാം. പിന്നെ ഇറ്റ് ഓൾവേസ് ഈസ് മ്യാവ് മ്യാവ്. പൂച്ചക്കുട്ടിയാണെങ്കിൽ മ്യാവ് മ്യാവ് എന്ന് പറയും. പട്ടിക്കുട്ടിയാണെങ്കിൽ എന്താണ് പറയുക? ബൗ ബൗ എന്നാണ് പറയുക അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഓൾവേസ് ഈസ് ബൗ ബൗ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ, ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് ഇനി എഴുതാം. നോക്കിക്കേ, ഐ ഹാവ് എ പെറ്റ്. എനിക്കൊരു പെറ്റ് ഉണ്ട്. മറ്റേത് എഴുതിയത് പോലെ തന്നെ ഇത് പറഞ്ഞേ. ഇതെന്താണ്? ഇതൊരു കോഴിക്കുഞ്ഞല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞിന് എന്താ പറയുക? ചിക്ക് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ചിക്ക്. അതെന്താണ്? അതൊരു ചിക്കാണ്, അതൊരു കോഴിക്കുഞ്ഞാണ്. ഇറ്റ് ഈസ് സോ നൈസ് അല്ലേ. കഴിഞ്ഞ പോത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് സോ നൈസ്. അടുത്ത വരി എന്താ? ഇറ്റ് ഓൾവേസ് സീസ്. ഇറ്റ് ഓൾവേസ് സീസ്. ചിക്ക് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക? കീ കീ എന്നാണ് അല്ലേ. യെസ്, ഇറ്റ് ഓൾവേസ് സീസ് കീ കീ. അപ്പോൾ നമ്മളിതാ അതും എഴുതി. അങ്ങനെയാണെങ്കിൽ മിസ് വേറൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതൊരു ഡക്കാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ എങ്ങനെ പോകും കംപ്ലീറ്റ് ചെയ്യുക? ഐ ഹാവ് എ പെറ്റ്, ഇറ്റ് ഈസ് എ ഡക്ക്. ഇതെന്താണ്? ഇതൊരു ഡക്കല്ലേ, താറാൻകുട്ടിയല്ലേ. ഇറ്റ് ഈസ് എ ഡക്ക്. ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഈസ് സോ നൈസ്. ഇറ്റ് ഓൾവേസ് സീസ്. ഇറ്റ് ഓൾവേസ് സീസ്. എന്താ പറയുക? ക്വാക്ക് ക്വാക്ക് അല്ലേ. എന്താ പറയുക? ക്വാക്ക് ക്വാക്ക് എന്നല്ലേ നമ്മുടെ ഡക്ക് പറയുക. ഇറ്റ് ഓൾവേസ് സീസ് ക്വാക്ക് ക്വാക്ക്. യെസ്.
അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പോം ചോദിച്ചാലേ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളൊരു പോം കംപ്ലീറ്റ് ചെയ്തല്ലേ. അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ആഡ് മോർ ലൈൻസ്. ഇതുപോലെ തന്നെ മോർ ലൈൻസ് ആഡ് ചെയ്യാനായിട്ട് നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ലൈൻസ്. താഴെയുള്ള ലൈൻസ് വായിച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി വരികൾ എഴുതാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തന്നെയാണ് ഇത്. എന്താ നോക്കിക്കേ, കാർ 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 ഓൺ ദ റോഡ്, 4 ബിഗ് വീൽസ് മൂവിങ് വെരി ഫാസ്റ്റ്. എന്താണ്, കാറിനെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. കാർ 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 ഓൺ ദ റോഡ്, 4 ബിഗ് വീൽസ് മൂവിങ് വെരി ഫാസ്റ്റ്. അപ്പോൾ ഈ വരി വായിച്ചിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഒരു ബൈസൈക്കിൾ ഉണ്ട്. ഈ ബൈസൈക്കിളിനെ പറ്റിയിട്ട് ഇതേപോലെ തന്നെ പോം എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ കാർ 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 എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് എന്ത് പറയാം, ബൈസൈക്കിൾ 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 ഓൺ ദ റോഡ്. 2 ബിഗ് വീൽസ്. കാറിന് 4 വീൽസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈസൈക്കിളിന് എത്രയാണ്, 2 വീൽസ് അല്ലേ ഉള്ളത്. അപ്പോൾ എങ്ങനെ പറയാം, 2 ബിഗ് വീൽസ് മൂവിങ് വെരി ഫാസ്റ്റ്. അങ്ങനെ നമുക്ക് ആ വരി എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ്, ബൈസൈക്കിൾ ബൈസൈക്കിൾ ബൈസൈക്കിൾ. അടുത്ത വരി എന്താ, കാർ ഓൺ ദ റോഡിന് വരെ നമുക്ക് ബൈസൈക്കിൾ ഓൺ ദ റോഡ്, ബൈസൈക്കിൾ ഓൺ ദ റോഡ്. യെസ്. 4 ബിഗ് വീൽസിന് പകരം നമുക്ക് എന്ത് പറയാം, ബൈസൈക്കിളിന് 2 വീൽസാണ് ഉള്ളത് അല്ലേ. അപ്പം നമുക്ക് 2 ബിഗ് വീൽസ്, 2 ബിഗ് വീൽസ്. യെസ്, മൂവിങ് വെരി ഫാസ്റ്റ്. അത് അതേപോലെ തന്നെ നമുക്ക് എഴുതാം, മൂവിങ് വെരി ഫാസ്റ്റ്. യെസ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് പോകാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.